ഹലോ, അപ്പം നമ്മൾ +1 എത്തിയിരിക്കുകയാണ് അല്ലേ. ഇപ്പം 10th എക്സാം പലർക്കും കഴിഞ്ഞു, ഇനി കഴിയാനുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇപ്പോൾ 11th ടോപ്പിക്ക് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ഇതിനകത്ത് ഫിസിക്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് 10th പഠിച്ച ഫിസിക്സ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ട് നമുക്ക് മാത്സാണ്. ബേസിക്കലി ഫിസിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കട്ട മാത്സ് അറിയണം. അപ്പോൾ ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ മാത്സ് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഫിസിക്സ് നിറയെ മാത്സാണ്. അപ്പോൾ ഫുൾ മാത്സ് പഠിച്ചേ നമുക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളെ ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ച് വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. കാരണം പലതും നമ്മൾ 9th പഠിച്ച ടോപ്പിക്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്യൂ വന്നാൽ തന്നെയും നമ്മളതിനെ ക്ലിയർ ചെയ്യും. ഓക്കെ, നമുക്കൊരു ബുദ്ധിമുട്ടും ഇടയ്ക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധിച്ച് നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. റെക്കോർഡഡ് വീഡിയോസാണ്, അപ്പോൾ അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നെറ്റൊക്കെ ഒരുമാതിരി സ്പീഡ് ഉള്ള നെറ്റായിരിക്കണം, അല്ലെങ്കിൽ വീഡിയോസൊക്കെ ബ്രേക്കായി കാണും. അപ്പോൾ അത് നമുക്കൊരു സുഖിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരി നെറ്റ് സ്പീഡൊക്കെ ഉള്ളത് സംഘടിപ്പിക്കണം. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ടോപ്പിക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ 15 ചാപ്റ്ററാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ടോപ്പിക് ലെവൽ വല്ലതും കുറച്ച് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രസൻറ്റ് കണ്ടീഷനിൽ 15 ചാപ്റ്റർ ഉണ്ട്, 15 ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിത് ഓരോന്നും നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ അതിനകത്ത് ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള കാര്യം. പിന്നെ ഇതിനകത്ത് ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയണം. നിങ്ങൾ എൻട്രൻസ് എഴുതുന്നവരാണ്. അപ്പോൾ എൻട്രൻസ് എഴുതുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന സെക്ഷനാണ് ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിനകത്ത് കൺസെപ്റ്റുകൾ നന്നല്ല, അതിൽ വൃത്തിയായിട്ട് നമ്മുടെ മദർ ടങ് പറയുന്നത് കൊണ്ടാണ്. മലയാളത്തിൽ പറഞ്ഞു തരും, നന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ മലയാളത്തിൽ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാമെങ്കിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്റ്റേറ്റ് സിലബസ്, ചില ആളുകളൊക്കെ പറയും സ്റ്റേറ്റ് സിലബസ് മോശമാണ് എന്നൊക്കെ പറഞ്ഞു തരും. കാരണം ഒന്നുമില്ല, എന്തെങ്കിലും എഴുതിയാൽ മാർക്ക് കിട്ടും, അതൊക്കെ ചുമ്മാതാണ്. ഏത് സിലബസ് എടുത്താലും, സ്റ്റേറ്റ് സിലബസ് ആയാലും CBSE സിലബസ് ആയാലും ISC സിലബസ് ആയാലും നിങ്ങൾ പഠിച്ചാലേ മാർക്ക് കിട്ടും. അപ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, നല്ല പക്കയായിട്ട് എല്ലാ സാധനവും പഠിക്കുക. പിന്നെ ഇതിനകത്ത് ഡൗട്ട് ക്ലിയറൻസ് സെഷനൊക്കെ നമുക്ക് ഇടയ്ക്ക് വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സാണ്? 15 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ടൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ടൈറ്റാണ്, പക്ക ടൈറ്റാണ്. പക്ഷെ നമുക്ക് ടൈറ്റാണോ? അല്ല, നമ്മൾ ടൈറ്റായിട്ടുള്ള സാധനത്തിന് ഈസി ആയിട്ട് എടുക്കും. ഓക്കെ, നമ്മൾ ഈസി ആക്കും. ഓക്കെ, ഡൺ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ചാപ്റ്റർ 1 ആണ് നമ്മൾ തുടങ്ങുന്നത്. ചാപ്റ്റർ 1ൻ്റെ പേര് ഫിസിക്കൽ വേൾഡ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഗുണാക്കൂല. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ പാടുള്ളൊരു ചാപ്റ്റർ അല്ല. ഇതിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഡെപ്തിലോട്ട് പല കാര്യങ്ങളും ഞാൻ പറയും. അതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലതൊന്നും ടെക്സ്റ്റ് കാണത്തില്ല. പക്ഷേ ടെക്സ്റ്റ് കാണത്തില്ലെങ്കിലും അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാനും എൻട്രൻസിന് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് എല്ലാം പറഞ്ഞേ നമുക്ക് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഒരു ക്വിസ് മോഡലിൽ പറഞ്ഞു പോവുക, അല്ലാതെ ഇത് പഠിപ്പിക്കാനൊന്നും പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല, ഹിസ്റ്ററി പോലെയാണ്. അപ്പോൾ പറഞ്ഞ് നമുക്ക് പോകാം. ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഇതിനകത്ത് സയൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഒറിജിനാണ്. സയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സയൻസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വെർബാണ്. അപ്പോൾ ഒരു ലാറ്റിൻ വെർബായ സയൻഷി എന്നാണ് ഉണ്ടായത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വെർബായ സയൻഷിയിൽ നിന്നാണ് ഉണ്ടായത്. ഇതിൻ്റെ മീനിങ് ടു നോ എന്നാണ്. അപ്പോൾ ദ വേർഡ് സയൻസ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദ ലാറ്റിൻ വെർബ് സയൻഷ്യ വിച്ച് മീൻസ് ടു നോ. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റാണ്. പിന്നെ നമ്മൾ സയൻസ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ്, നമ്മളെല്ലാം പഠിക്കുന്നതാണ്. പഠിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അല്ലേ. അപ്പോൾ സയൻസിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് പഠിക്കണം. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതി. സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ സയൻസിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് സയൻറ്റിഫിക് മെത്തേഡ്. അതിൻ്റെ സ്റ്റെപ്പുകൾ, അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആണ്. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ.
രണ്ടാമത്തെ സ്റ്റെപ്പാണ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. നാലാമത്തതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അഞ്ചാമത്തെ മെത്തേഡാണ് പ്രഡിക്ഷൻ, വെരിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, സയൻസിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് സയന്റിഫിക് മെത്തേഡ്. സോ ദ മെത്തേഡ് വി ഫോളോ ഇൻ സയൻസ് ഈസ് കോൾഡ് scientific method. See, how many steps are there for a scientific method? 5 steps. First one is systematic observation. Second one is controlled experiment. Third is qualitative and quantitative reasoning. Fourth is mathematical modeling. Fifth one, prediction, verification and falsification of theories. ഞാൻ ഓരോന്നായിട്ട് പറയാം. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സോ ഇൻ സയൻസ് we observe everything systematically. Okay, in science we observe everything systematically. That is systematic observation. Then controlled experiments. In science we do experiments. Am I right? So while doing an experiment we have to control certain parameters. In some experiments we have to control temperature. In some experiments we have to control pressure. So many parameters are to be controlled to perform an experiment. ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ പല പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൺട്രോൾ ചെയ്യേണ്ടി വരും. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യേണ്ടി വരും, പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ പല പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്തായിരിക്കും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. തേർഡ് വൺ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നടത്തുന്നു. കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോഴത്തേക്ക് പഴയതൊന്നൊക്കെ അഴുകിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തിയാൽ നടക്കുമോ? പഴയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കെമിക്കൽസ് അവിടെ ഇരുന്ന് പുഴുത്ത കെമിക്കൽ എടുത്തുകൊണ്ട് വന്നിട്ട് റിയാക്ഷൻ നടത്തിയാൽ സക്സസ്ഫുൾ ആവുമോ? അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി, ചേർക്കേണ്ടത് ഇത്ര ക്വാണ്ടിറ്റി 5 ml എന്ന് പറഞ്ഞാൽ 5 ml ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. അടുത്തത്, നമ്മൾ കുറേ ഇങ്ങനെ സയൻസിലെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, അവസാനം നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചില മോഡൽസ് ഒക്കെ ഉണ്ടാക്കുന്നു. അതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അടുത്തതാണ് പ്രഡിക്ഷൻ, വെരിഫിക്കേഷൻ ആൻഡ് ഫോൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. പ്രഡിക്ഷൻ, വെരിഫിക്കേഷൻ ആൻഡ് ഫോൾസിഫിക്കേഷൻ ഓഫ് തിയറീസ് എന്ന് പറഞ്ഞാൽ വി ഗോട്ട് സം ഐഡിയ. അത് വെച്ചിട്ട് നമ്മൾ ഒരു സംഭവം പ്രഡിക്റ്റ് ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് മഴ പെയ്യും, നമ്മൾ പ്രഡിക്ഷൻ നടത്തി. ഇനി അപ്പം മഴ പെയ്തില്ല. അപ്പം മഴ പെയ്തായിരുന്നപ്പോഴത്തേക്കും നമുക്ക് എന്താണ് തെറ്റിയത്? അപ്പോൾ നമ്മുടെ ഐഡിയാസ് വെരിഫിക്കേഷൻ നടത്തേണ്ടി വരുന്നു. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ശരിയല്ല എങ്കിൽ ഫാൾസിഫിക്കേഷൻ, നമ്മുടെ തിയറീസിൽ എന്തെങ്കിലും ഫാൾസിഫിക്കേഷൻ നടത്തണമെങ്കിൽ അതും നടത്താം. അപ്പോൾ ഇത്രയാണ് സയന്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്പ്. ഏതൊക്കെയാണ് പറയൂ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. രണ്ടാമത്തെ എന്താണ്? കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. മൂന്നാമത്തത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. നാലാമത്തത് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. അടുത്തത് പ്രഡിക്ഷൻ, വെരിഫിക്കേഷൻ ആൻഡ് ഫോൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ശ്രീകുട്ടനെ എടുക്കാം. അപ്പോൾ ശ്രീകുട്ടൻ സയന്റിഫിക് മെത്തേഡ് ചെയ്യാണ്. അപ്പോൾ അതിന് സയന്റിഫിക് മെത്തേഡിൽ ഒരു പെണ്ണിനെ അവൻ വശീകരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എൻ്റെ പയ്യൻ എന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക് ആയിട്ട് പെണ്ണിനെ ഒബ്സർവ് ചെയ്യുന്നു. എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് രാവിലെ കൃത്യസമയത്ത് അണിഞ്ഞൊരുങ്ങി വഴിയിൽ ഒരു കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പയ്യൻ്റെ ഒബ്സർവേഷൻ വളരെ സിസ്റ്റമാറ്റിക് അല്ലേ? ഇനി രണ്ടാമത്തത്, പെണ്ണിനെ കാണുമ്പോഴെല്ലാം അവൻ്റെ കൺട്രോൾ തെറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കൺട്രോൾഡ് വേയിൽ അവൻ പല എക്സ്പെരിമെൻറ്റുകളും വഴിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. എന്താണ് ചെയ്തത്? അവൻ 50 പൈസയുടെ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് പെണ്ണിന് കൊടുത്തു. അപ്പോൾ മുട്ടായിയുടെ ക്വാളിറ്റി മോശമായതുകൊണ്ട് പെണ്ണ് റിജക്ട് ചെയ്തു. തൊട്ടടുത്ത ദിവസം അവൻ എന്ത് ചെയ്തു? മഞ്ച് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ മുട്ടായിയുടെ ക്വാളിറ്റി അവൻ മെച്ചപ്പെടുത്തി. എന്നിട്ട് അടുത്ത ദിവസവും വീണ്ടും ഈ മഞ്ച് കൊണ്ടുവന്നപ്പോൾ പെണ്ണ് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എന്താണ്? ക്വാണ്ടിറ്റി, കൊടുക്കുന്ന മുട്ടായിയുടെ എണ്ണം കൂട്ടാം, പിന്നെ മുട്ടായിയുടെ ക്വാളിറ്റിയും കൂട്ടി എൻ്റെ പയ്യൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പെണ്ണ് ഏകദേശം അവനെ കണ്ട് ചിരിക്കുന്ന ഒരു സ്റ്റേജായി. അപ്പോൾ അവൻ മാത്തമാറ്റിക്കൽ മോഡലുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പെണ്ണിന് കൊടുത്തു. കണ്ടോ, അവൻ ഉണ്ടാക്കി കൊടുത്ത മോഡലാണിത്, കണ്ടില്ലേ? അപ്പം മോശപ്പെട്ട പയ്യനാണ്.
ഇനി അടുത്ത ലാസ്റ്റ് ഇനി അവൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുന്നു, അളിയ എല്ലാം സെറ്റായി, അവളെൻ്റെ കൂടെ വരും, നാളെ ഞങ്ങൾ കല്യാണമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ വഴിയിൽ വെയിറ്റ് ചെയ്യണം, അവൾ ഇന്ന് 10 മണിക്ക് ഇറങ്ങി വരും, രാത്രി 10 മണിക്ക് ഇറങ്ങി വരും എന്ന് പറയുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, പ്രഡിക്ഷൻ നടത്തിയിരിക്കുകയാണ് എൻ്റെ പയ്യൻ. എന്നിട്ട് 10 മണിക്ക് പെണ്ണ് വരുമോ? ഇല്ല. അപ്പോൾ അവിടെ കാത്തിരിക്കുന്നു. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്ക് 10 മണിക്ക് വേറൊരു പയ്യൻ്റെ ബൈക്കിൽ അവൾ പോകുന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ഐഡിയാസ് എല്ലാം തെറ്റാണെന്ന് പ്രൂവ് ആയില്ലേ? അപ്പോൾ അവൻ അവിടെ കുത്തിയിരുന്ന് വെരിഫൈ ചെയ്യുന്നു, എന്താണ് എനിക്ക് പറ്റിയ തെറ്റ് എന്നൊക്കെ അവൻ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ ശ്രീകുട്ടനെ മറക്കരുത്, ശ്രീകുട്ടൻ ചെയ്തത് എന്ത് മെത്തേഡാണ്? സയന്റിഫിക് മെത്തേഡാണ്. ശ്രീകുട്ടൻ ആദ്യം ചെയ്ത ജോലി പറയൂ. വഴിയിൽ കുത്തിയിരുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവേഷൻ നടത്തി. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. രണ്ടാമത് എന്താണ്? അവൻ്റെ കൺട്രോൾ വിട്ടിട്ടും അവൻ എക്സ്പെരിമെന്റ് തുടർന്നു. അവൻ്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? പെണ്ണിനെ മുട്ടായി കൊടുക്കുക, ചിരിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ എക്സ്പെരിമെന്റുകൾ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. മൂന്നാമത്തെ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. എന്താണ്? മുട്ടായിയുടെ ക്വാളിറ്റിയും കൂട്ടി ക്വാണ്ടിറ്റിയും കൂട്ടി, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. നാലാമത് എന്താണ്? മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുത്തു. അടുത്തെന്താണ്? രാത്രി പെണ്ണിനെ കൊണ്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ഐഡിയകളെല്ലാം തെറ്റി, ആ പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പം എന്താ ഇത്? പ്രഡിക്ഷൻ നടത്തി കൂട്ടുകാരടുത്ത് പെണ്ണ് വരുമെന്ന്. അവൻ്റെ ഐഡിയാസ് എന്താണ്? തെറ്റാണെന്ന് തെളിഞ്ഞു. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? അവൻ ഇത്രയും നാൾ അവളെ പറ്റി കളക്ട് ചെയ്ത ഡാറ്റ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പയ്യൻ. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് സയന്റിഫിക് മെത്തേഡ്? പറയൂ. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, പ്രഡിക്ഷൻ, വെരിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. ഓക്കെ, പഠിച്ചില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏത് മെത്തേഡ്? സയന്റിഫിക് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ദ വേർഡ് സയൻസ് ഈസ് ആക്ച്വലി derived from a Latin verb scientia. What is the meaning? To know. ഓക്കെ, സയന്റിഫിക് മെത്തേഡ് ഇനി പറയണ്ടല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്തത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് കേട്ടിട്ടുണ്ടോ? ആൽഫ പാർട്ടിക്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ പ്രോസസ്സുകളൊക്കെ നടക്കും. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എമിറ്റഡ് ഫ്രം റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിനെ കൊണ്ടുവന്നിട്ട് ഗോൾഡ് ഇല്ലേ, നമ്മുടെ ഗോൾഡ് ന്യൂക്ലിയസിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അപ്പോൾ നമ്മുടെ റുദർഫോർഡും ടീമുമാണ് അത് ചെയ്തത്. അതിൽ കൂടെയാണ് നമ്മളെ ആറ്റം എങ്ങനെ ഇരിക്കുന്നു, ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിന് ചുറ്റും ഇലക്ട്രോൺ കിടന്ന് കറങ്ങുകയാണെന്നൊക്കെയുള്ള ഐഡിയ അങ്ങനെയാണ് ഗ്യാദർ ചെയ്തത്. നമുക്ക് +2 നമുക്ക് ആഡംബരത്തിൽ പഠിക്കാം. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഒന്ന് അറിയുക, ആൽഫ പാർട്ടിക്കിൾ എന്ത് ചാർജ് ഉള്ളതാണെന്ന് അറിയുക. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്. ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആരുടെ ടീമാണ് നടത്തിയത്? റുദർഫോർഡിന്റെ ടീമാണ് നടത്തിയത്. പിന്നെ ഈ എക്സ്പെരിമെന്റ് വഴി നമ്മുടെ ന്യൂക്ലിയർ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ റുദർഫോർഡ്. അപ്പോൾ ഓർത്ത് വെച്ചാൽ ന്യൂക്ലിയർ മോഡൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ റുദർഫോർഡ്. അപ്പോൾ ഈ മോഡൽ പറയുന്നത് എന്താണ്? ദർ ഇസ് എ പോസിറ്റീവ് ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. അത് നമുക്ക് ഡീറ്റെയിൽസ് വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഓക്കെ, അടുത്തത് ആന്റി പാർട്ടിക്കിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആന്റി പാർട്ടിക്കിൾ എന്ന്? ആന്റി പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് എന്താണ്? പോൾ ഡിറാക്. അപ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് ആന്റി പാർട്ടിക്കിൾ വാസ് ഫസ്റ്റ് തിയറിറ്റിക്കലി സജസ്റ്റഡ് ബൈ മിസ്റ്റർ പോൾ ഡിറാക്. ഇനി ആന്റി പാർട്ടിക്കിളിന് ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ട് കാണും. പോസിട്രോൺ എന്ന് കേട്ടിട്ടുണ്ടോ? പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് പോസിട്രോൺ. എന്താണ്? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് പോസിട്രോൺ. ഇലക്ട്രോണിന്റെ നോർമൽ ചാർജ് എന്താണ്? നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ പേരാണ് പോസിട്രോൺ. പോസിട്രോണിനെ കണ്ടുപിടിച്ച ആളാണ് കോൾ ആൻഡേഴ്സൺ. മറക്കരുത്, കോൾ ആൻഡേഴ്സൺ. സോ പോസിട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ ഡാഷ് ആരാ? കോൾ ആൻഡേഴ്സൺ. അപ്പൊ പോസിട്രോൺ പോലുള്ള പാർട്ടിക്കിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് പോൾ ഡിറാക് ആണ്. പക്ഷെ പോസിട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്?
കോൾ ആൻഡേഴ്സൺ ആണ്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ഈസ് കോൾഡ് പോസിട്രോൺ. ഓക്കെ, അടുത്തത് ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡാണ്. ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. ഇപ്പോൾ ഫിസിക്സ് ഒരു ഗ്രീക്ക് വേർഡാണ്. ഫിസിക്സ് നിങ്ങളെ പഠിപ്പിക്കുന്ന താടിക്കാരൻ്റെ പേരെന്താണ്? ഗോകുമാർ എന്നല്ലേ? അപ്പോൾ അയാളുടെ ആദ്യത്തെ അക്ഷരവും ജി എന്നല്ലേ? അപ്പോൾ ഗ്രീക്ക് വേർഡാണ്, മറക്കരുത്. അപ്പോൾ ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് നേച്ചർ എന്നാണ്, മറക്കരുത്. ദ വേർഡ് ഫിസിക്സ് ഈസ് ആക്ച്വലി എ ഗ്രീക്ക് വേർഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്? നേച്ചർ എന്നാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ബ്രാഞ്ചുകളെ പറ്റിയാണ്, സയൻസിൻ്റെ പല ബ്രാഞ്ചുകളെ പറ്റിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയുക. എന്താണ് ആൽഫ പാർട്ടിക്കിൾ? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ? പോസിറ്റീവ്. ദെൻ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വാസ് കണ്ടക്ടഡ് ബൈ റുദർഫോർഡ്. അടുത്ത് ന്യൂക്ലിയർ മോഡൽ വാസ് സജസ്റ്റഡ് ബൈ റുദർഫോർഡ്. അടുത്ത് ദ കൺസെപ്റ്റ് ഓഫ് ആന്റി പാർട്ടിക്കിൾ വാസ് ഫസ്റ്റ് തിയറിറ്റിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ്? ആരാ? പോൾ ഡിറാക്. അടുത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഡാഷ്? പറയൂ. പോസിട്രോൺ. Then positron was discovered by പറയൂ കോൾ ആൻഡേഴ്സൺ. Then the word physics is actually a Greek word. What is the meaning? Nature. Okay, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകളാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അൺഇമ്പോർട്ടൻ്റ് നോട്ട്സ് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഞാൻ വിട്ടുതരും. അപ്പോൾ അതിനകത്ത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. കാരണം അത് നിങ്ങൾ ചുമ്മാ വായിച്ച് കളിക്കുക. എന്തെങ്കിലും ഉറക്കമൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് വായിച്ച് രസിക്കുക. ഓക്കെ, അപ്പോൾ അല്ലാതെ അതിനകത്തൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ വേണ്ടിയില്ല. ഓക്കെ, സോ ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകളാണ് അക്കോസ്റ്റിക്സ്. എന്താ അക്കോസ്റ്റിക്സ്? സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സൗണ്ടിനെ പറ്റിയുള്ള സ്റ്റഡി. ദ സ്റ്റഡി ഓഫ് സൗണ്ട് ഈസ് കോൾഡ് അക്കോസ്റ്റിക്സ്. അപ്പോൾ ദ സ്റ്റഡി ഓഫ് സൗണ്ട് ഈസ് കോൾഡ് അക്കോസ്റ്റിക്സ്. മറക്കരുത്, അക്കോസ്റ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് സൗണ്ട്. മറക്കരുത്, സ്റ്റഡി ഓഫ് സൗണ്ട് ഈസ് കോൾഡ് അക്കോസ്റ്റിക്സ്. ഇനി അടുത്ത് ഓപ്റ്റിക്സ്. എന്താണ് ഓപ്റ്റിക്സ്? ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾക്കറിയാം. ഓപ്റ്റിക്സ് നിങ്ങൾ പഠിച്ചല്ലേ? സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഓപ്റ്റിക്സ്. സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഓപ്റ്റിക്സ്. അടുത്തത് സീസ്മോളജി. എന്താണ് സീസ്മോളജി? നോക്കൂ, സീസ്മോളജി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അനന്തു നടന്നു പോകുന്നു, നല്ല വണ്ണമൊക്കെ കൊണ്ട് അനന്തു നടന്നു പോകുന്നു. അനന്തു ബിൽഡിങ്ങിൻ്റെ മേളിൽ കൂടെ നടന്നു പോകുന്നു, താഴേക്ക് നല്ല ഷേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഷോക്ക് ഉണ്ടായില്ലേ? അപ്പോൾ ഷോക്ക് വേവ്സിനെ പറ്റിയുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് സീസ്മോളജി. അപ്പോൾ സ്റ്റഡി ഓഫ് ഷോക്ക് വേവ്സ്. സോ ദ സ്റ്റഡി ഓഫ് ഷോക്ക് വേവ്സ് ഈസ് നോൺ ആസ് സീസ്മോളജി. ഇനി അടുത്ത സെക്ഷനാണ് നോക്ക്, ന്യൂക്ലിയർ ഫിസിക്സ്. കേട്ടിട്ടുണ്ടോ? ന്യൂക്ലിയർ ഫിസിക്സ്, അത് പേര് തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടല്ലോ. ന്യൂക്ലിയർ ഫിസിക്സ്. എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ്? നമ്മുടെ ന്യൂക്ലിയസിനെ അറിയാം. അപ്പോൾ ന്യൂക്ലിയസ്, അതിനകത്തുള്ള പാർട്ടിക്കിൾസ്, ഇതിനെയൊക്കെ പറ്റിയുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിസിക്സ്. അതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് തെർമോഡൈനാമിക്സ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഹീറ്റ്, വർക്ക്, ഇന്റേണൽ എനർജി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. ഇതിനെയൊക്കെ പറ്റിയുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹീറ്റ്, വർക്ക്, ഇന്റേണൽ എനർജി എക്സെട്ര. പിന്നെ ഉള്ളത് മെക്കാനിക്സ്. കേട്ടിട്ടുണ്ടോ? മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ്. എന്തോന്നാണ്? സ്റ്റഡി ഓഫ് മോഷൻ ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ്. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു സ്റ്റഡി ഓഫ് മോഷൻ ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ. സാധാരണ സാധനങ്ങളൊക്കെ തടിയൻ സാധനങ്ങൾ. ഞാൻ ഇപ്പോൾ തടിയനാണ്, ഇപ്പോൾ നിങ്ങളൊക്കെ തടിയന്മാരാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള റോഡിൽ കൂടെ ഓടുന്ന വണ്ടികളൊക്കെ തടിയന്മാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ മോഷനെ പറ്റി, നോർമലി ഉള്ള സാധനങ്ങളുടെ മോഷനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിൻ്റെ പേരാണ് എന്തോന്ന്? മെക്കാനിക്സ്. അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആളുകൾക്ക് മനസ്സിലാവരുത് എന്ന് വിചാരിച്ച് ജാടയ്ക്ക് എന്ത് പറയും?
the study of motion in macroscopic world is known as mechanics. അങ്ങനെയാണ് പറയുന്നത്. So what is mechanics? The study of motion in macroscopic world. അടുത്തത് ക്വാണ്ടം മെക്കാനിക്സ്. കേട്ടിട്ടുണ്ടോ? ക്വാണ്ടം മെക്കാനിക്സ്. ഇത് തന്നെ സാധനം, അവിടെ ഒരു മെക്കാനിക്സ് കാണുന്നുണ്ടല്ലേ? പക്ഷെ ഇത് മാക്രോസ്കോപ്പിക് വേൾഡ് അല്ല, മൈക്രോസ്കോപ്പിക് വേൾഡ്. മൈക്രോസ്കോപ്പിക് വേൾഡ്. ഇപ്പൊ കൊച്ചു പാർട്ടിക്കിൾസിലെ പൊടി പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, അങ്ങനെയുള്ള കുഞ്ഞു പാർട്ടിക്കിൾസിന്റെ കേസ്. അപ്പൊ ഇലക്ട്രോൺ അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ മോഷനെ പറ്റിയുള്ള സ്റ്റഡി, ആ സെക്ഷനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ ബ്രാഞ്ചസ് ഒരുമാതിരി കഴിഞ്ഞു. ഇനിയും ബ്രാഞ്ചസ് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയാൽ കാണാം. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, ഇത്രയുടെ ആവശ്യമുള്ളൂ. സോ ഒന്നുകൂടെ, വാട്ട് ഈസ് അക്കോസ്റ്റിക്സ്? സ്റ്റഡി ഓഫ് സൗണ്ട്. അടുത്ത, വാട്ട് ഈസ് ഓപ്റ്റിക്സ്? സ്റ്റഡി ഓഫ് ലൈറ്റ്. വാട്ട് ഈസ് സീസ്മോളജി? സ്റ്റഡി ഓഫ് ഷോക്ക് വേവ്സ്. ഷോക്ക് വേവ്സ് നമ്മൾ സീസ്മിക് വേവ്സ് എന്നും പറയും. എന്താ പറയുക? സീസ്മിക് വേവ്സ്. അടുത്ത, ന്യൂക്ലിയർ ഫിസിക്സ്. എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ദെൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് heat, work, internal energy, etc. Then mechanics. What is mechanics? The study of motion in macroscopic world. The study of motion in macroscopic world. അടുത്തെന്താണ്? ക്വാണ്ടം മെക്കാനിക്സ്. എന്താ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് മോഷൻ ഇൻ മൈക്രോസ്കോപ്പിക് വേൾഡ്. സ്റ്റഡി ഓഫ് മോഷൻ ഇൻ മൈക്രോസ്കോപ്പിക് വേൾഡ്. അതാണ് ഏതിനകത്ത് വരുന്നത്? ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഓർഡിനറി മെക്കാനിക്സ് എന്താണ്? മാക്രോസ്കോപ്പിക് വേൾഡിലുള്ള മോഷൻ. മൈക്രോസ്കോപ്പിക് വേൾഡിലുള്ള മോഷനാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, മോഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് എന്ത് തോന്നുന്നു? പ്രയാസമായിട്ട് തോന്നുന്നോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒന്നുമില്ല. ചുമ്മാ ക്വിസ് പഠിക്കുന്നത് പോലെ ചുമ്മാ ഇരുന്ന് കേൾക്കുക. ഇപ്പോൾ ഉറക്കമൊക്കെ വരുമ്പോഴത്തേക്ക് ചുമ്മാ വായിച്ച് അമ്മയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അമ്മയൊക്കെ വെറുതെ വീട്ടിൽ ലോക്ക്ഡൗൺ ആയിട്ട് കിടക്കുകയല്ലേ, അപ്പോൾ വെറുതെ അമ്മയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക, പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ക്വസ്റ്റ്യൻ കൊടുക്കുക, അപ്പോൾ അങ്ങനെ ചോദിച്ച് പഠിച്ചാൽ മതി. അടുത്തത് കുറേ സയൻറ്റിസ്റ്റുകളുടെയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ഓക്കെ, ആർക്കിമിഡീസ്. കേട്ടിട്ടുണ്ടോ? ആർക്കിമിഡീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആർക്കിമിഡീസിനെ കേട്ടിട്ടില്ലേ? പണ്ട് രാജാവിൻ്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ബാത്റൂമിൽ നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന ആർക്കിമിഡീസ് ഇറങ്ങി റോഡെ ഓടിയതൊക്കെ ഓർമ്മയില്ലേ? മറന്നുപോയോ? അപ്പോൾ അനന്തു മറന്നോ? ഇല്ല. അപ്പോൾ നോക്കൂ, ആർക്കിമിഡീസ്. അപ്പോൾ ആർക്കിമിഡീസ് കണ്ടുപിടിച്ച കാര്യങ്ങൾ, പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി. കേട്ടിട്ടുണ്ടോ? പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി. അടുത്ത് പ്രിൻസിപ്പിൾ ഓഫ് ലീവേഴ്സ്. പ്രിൻസിപ്പിൾ ഓഫ് ലീവേഴ്സ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. നമുക്ക് ബോയൻസി നമുക്കറിയാമെന്നുള്ള സാധനം. വെള്ളത്തിലൊരു സാധനത്തിനെ മുക്കി വെച്ചാൽ വെള്ളം ആ സാധനത്തിനെ മേലോട്ട് തള്ളും അല്ലേ? അപ്പോൾ ആ ഫോഴ്സിൻ്റെ പേരാണ് ബോയൻ്റ് ഫോഴ്സ്. അപ്പോൾ ആ എബിലിറ്റിയെ പറയുന്ന പേരാണ് ബോയൻസി. അപ്പോൾ ബോയൻസിയെ പറ്റിയും പിന്നെ ലീവേഴ്സ് നിങ്ങൾ പഠിച്ചോന്ന് എനിക്കറിയില്ല, ചിലർ പഠിച്ചു കാണും. നമ്മുടെ പല ടൈപ്പ് ലീവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ലീവർ, സെക്കൻഡ് ഓർഡർ ലീവർ, തേർഡ് ഓർഡർ ലീവർ. അതൊക്കെ നമുക്ക് ഈ വർഷം തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ സീസോ ഒരു ലീവറാണ്, നമ്മുടെ സീസേഴ്സ് ഒരു ലീവറാണ്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പാരക്കമ്പിയിൽ തടിയൊക്കെ കുത്തിപ്പൊക്കാനുള്ള പാരക്കമ്പി, അതൊക്കെ ലീവറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചതാണ് ആർക്കിമിഡീസിൻ്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ ഗലീലിയോ അറിഞ്ഞൂടെ? ഗലീലിയോ ഗലീലിയുടെ കോൺട്രിബ്യൂഷൻ. ഇനർഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ലോ ഓഫ് ഇനർഷ്യയെ പറ്റി പഠിച്ചു. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ചത്ത് കിടക്കുന്ന സാധനം ചത്ത് തന്നെ കിടക്കും, ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിലായി? ചത്ത് കിടക്കുന്ന സാധനം ഒരു സുപ്രഭാതത്തിൽ എണീച്ചോടണമെങ്കിൽ അതിൻ്റെ മണ്ടയിൽ ഒരു ഫോഴ്സ് കൊടുത്ത് കാണണം ആരെങ്കിലും. ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം നിൽക്കണമെങ്കിൽ അതിൻ്റെ മണ്ടയിൽ ഫോഴ്സ് കൊടുത്ത് കാണണം. അപ്പോൾ ഫോഴ്സ് ആരും കൊടുത്തില്ലെങ്കിൽ ചത്ത് കിടക്കുന്ന സാധനം എന്നും ചത്ത് തന്നെ കിടക്കും, ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഇനർഷ്യ. അപ്പോൾ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ദ സെയിം സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഇനർഷ്യ. അപ്പോൾ ഇനർഷ്യയെ പറ്റി സ്റ്റഡി ചെയ്തു ആര്? ഗലീലിയോ. അതൊക്കെ ചുമ്മാ ആരും ചോദിക്കുകയൊന്നുമില്ല. അടുത്തത് ക്രിസ്ത്യൻ ഹൈജൻസ്. ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ്. ക്രിസ്ത്യൻ ഹൈജൻസിനെ കേട്ടിട്ടുണ്ടോ? വേവ് തിയറി ഓഫ് ലൈറ്റ്.
വേവ് തിയറി ഓഫ് ലൈറ്റ്. ലൈറ്റ് ഒരു വേവ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലൈറ്റ് എന്ത് വേവ് എന്നാണ്? ലൈറ്റ് എന്ത് വേവാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ? ലൈറ്റ് യഥാർത്ഥത്തിൽ എന്ത് വേവാണ്? ലൈറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ, 9th പഠിച്ചല്ലേ, 2 ടൈപ്പ് വേവ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് വേവ്, ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പഠിച്ചല്ലേ. അപ്പൊ ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ ഹൈജൻസ് പറഞ്ഞത് അങ്ങനെയല്ല. ക്രിസ്ത്യൻ ഹൈജൻസ് പറഞ്ഞു ലൈറ്റ് എന്ത് വേവ് എന്നാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാണ് പറഞ്ഞത്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പൊ ലൈറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാണ് ആരുടെ ഒപ്പീനിയൻ? ക്രിസ്ത്യൻ ഹൈജൻസിന്റെ ഒപ്പീനിയൻ. അപ്പൊ അത് പിന്നീട് റോങ് ആണെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ ഹൈജൻസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? വേവ് തിയറി ഓഫ് ലൈറ്റ്. So wave theory of light was suggested by Christian Huygens. According to Christian Huygens, light is a longitudinal wave, but actually light is a transverse wave. പിന്നെ ന്യൂട്ടനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ന്യൂട്ടൻ നോക്കൂ, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുളം കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്ടനാണ് അല്ലേ? നിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുളം കണ്ടുപിടിച്ചത് ന്യൂട്ടൻ അല്ലേ? എല്ലാം കണ്ടുപിടിച്ചത് ന്യൂട്ടനാണ്. അപ്പൊ ന്യൂട്ടൻ എന്ന് പറഞ്ഞ ആള് കില്ലാടിയാണ്, പുലിയാണ്. അപ്പൊ ന്യൂട്ടൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പിന്നെ ഒരുപാട് സാധനങ്ങളുടെ ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചല്ലേ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിച്ചല്ലേ, റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ന്യൂട്ടന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ ബോഡി കിടക്കുന്ന ഇത്രയും സാധനം ഞാൻ ഒന്ന് പറഞ്ഞ് അടുത്തിലേക്ക് പോവാം. ആർക്കിമിഡീസിന്റെ കോൺട്രിബ്യൂഷൻസ്, സേ പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി, പ്രിൻസിപ്പിൾ ഓഫ് ലിവേഴ്സ്, ഗലീലി, ലോ ഓഫ് ഇനേർഷ്യ. അടുത്ത ക്രിസ്ത്യൻ ഹൈജൻസ്, വേവ് തിയറി ഓഫ് ലൈറ്റ്. Then light is actually a transverse wave, but according to Christian Huygens, light is a longitudinal wave. Then Newton's contribution, എന്തൊക്കെയാണ്? Law of gravity, universal law of gravitation. Then laws of motion, reflecting telescope. These are the contributions. So many other things are also there. ഇതൊക്കെ ഞാൻ ഇപ്പം 2-3 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ അടുത്തതിലേക്ക് പോകാം. അടുത്തത് മാക്സ്വെല്ലിന് മുമ്പ് നമുക്ക് ഫാരഡേ പറയാം. ഫാരഡേ കേട്ടിട്ടുണ്ടോ? ഫാരഡേ മറന്നുപോയോ? ഫാരഡേ അപ്പോൾ എന്താണ്? നമ്മുടെ ഒരു കോയിൽ എടുത്തിട്ട്, ഇൻസുലേറ്റ് ചെയ്ത കോയിൽ എടുത്തിട്ട് മാഗ്നറ്റിന്റെ അടുത്തിട്ട് മൂവ് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ് EMF ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഫാരഡേ എന്താണ് ഫാരഡേ പറഞ്ഞത്? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ്? ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് അവിടെ ചെയ്തത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് അദ്ദേഹം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കാണിച്ചു അല്ലേ? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോസ് അദ്ദേഹം പറഞ്ഞു. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെക്കൻഡ് ഇയർ പഠിക്കാനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ചാർട്ടിൻ്റെ പ്രത്യേകത അതാണ്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിക്കുന്ന എല്ലാ സാധനങ്ങളും, പല ചാപ്റ്ററായിട്ട് പഠിക്കുന്ന എല്ലാ സാധനങ്ങളുടെ ഒരു സമ്മപ്പ് ചെയ്ത് ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ബോറൊക്കെ തോന്നും. ഇപ്പോൾ ബോറടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, പെട്ടെന്ന് പഠിച്ചേ പറ്റും. സോ ഓക്കെ, ഫാരഡേയുടെ ലോ ഇത് പറയൂ, ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അടുത്തത് പിന്നെ പറയുന്നത് മാക്സ്വെൽ കേട്ടിട്ടുണ്ടോ? മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി? ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞാൽ, അപ്പൊ ആംബിയർ എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ആംബിയർ ആണെങ്കിൽ ഇപ്പൊ നോക്ക് ആനന്ദു, ആംബിയർ ഇല്ലേ? നമ്മുടെ അടുത്തുള്ള ആംബിയർ ആണെങ്കിൽ ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് അയാളുടെ കയ്യിലൊരു കമ്പി ഉണ്ടായിരുന്നു. ആംബിയറിന്റെ കയ്യിലൊരു കമ്പി ഉണ്ടായിരുന്നു, കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി ഉണ്ടായിരുന്നു. കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയുടെ അടുത്ത് ആംബിയർ നോക്കിയപ്പോഴത്തേക്ക് ഒരു മാഗ്നറ്റിക് നീഡിൽ കിടന്ന് ആടുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്? കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് തൊട്ടടുത്ത മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്തതാണ്. അതാണ് ആ മാഗ്നറ്റിക് നീഡിൽ കിടന്ന് ആടിയത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന കമ്പിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ടല്ലേ അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ക്രിയേറ്റ് magnetic field. Like that, using magnetic field you can create electric field. Electric field ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം.
മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാക്കാം. അപ്പോൾ ഫാരഡേ എന്താണ്, മാഗ്നറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി. ഇപ്പോൾ ഇയാൾ പറഞ്ഞ എന്തോന്നാണ്, ആരാണ് ആംപിയർ പറഞ്ഞ എന്താണ്, കറണ്ട് കരിയുന്ന കമ്പിയുടെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അപ്പോൾ ശരിയല്ലേ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം, മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിന ആർ ഇന്റർഡിപെൻഡന്റ്. എന്താണ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫിനോമിന ആർ ഇന്റർഡിപെൻഡന്റ്. ഇലക്ട്രിസിറ്റി ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിസം, magnetic field can produce electricity. So electric and magnetic phenomena are interdependent. It later led to the development of a new branch called electromagnetism. ഇതാണ് പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, നമ്മുടെ ലൈറ്റില്ലേ, നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ലൈറ്റിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ലൈറ്റിനകത്ത് എന്തൊക്കെയുണ്ട്, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഈ തിയറിയുടെ പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. അപ്പോൾ മാക്സ്വെൽ ആണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഹി പബ്ലിഷ്ഡ് എ പേപ്പർ ഡീലിംഗ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ലേറ്റർ ഹെഡ്സ് ആണ് അത് പ്രൂവ് ചെയ്ത് ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്നുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോണം. അപ്പോൾ മാക്സ്വെലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ്. അപ്പോൾ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് അദ്ദേഹം അല്ല പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മാക്സ്വെൽ? ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. He published a paper dealing with the behavior of electromagnetic wave. Later it led to the development of a branch called electromagnetism. Then Hertz proved that light is in the wave. Light is an electromagnetic wave. Okay. അടുത്തത് ജെ.സി. ബോസ്. ജെ.സി. ബോസിനെ കേട്ടിട്ടില്ലേ? ജെ.സി. ബോസ്. ജെ.സി. ബോസ് എവിടെ ഉള്ള ആളാണ്? ഇന്ത്യക്കാരനാണ്. ഹീസ് ആൻ ഇന്ത്യൻ. സോ ജഗദീഷ് ചന്ദ്ര ബോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്. എന്താണ്, അൾട്രാ ഷോർട്ട് റേഡിയോ വേവ്സിനെ ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം. ഇതൊന്നും ആരും ചോദിക്കുന്നില്ല, നിങ്ങൾ ചുമ്മാ കേട്ടോണ്ടിരിക്കുക. ഓക്കെ. സോ അൾട്രാ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള റേഡിയോ വേവ്സിനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആളാണ് ജെ.സി. ബോസ്. ആൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെയാണ് വേറെ ആളും കൂടെ ഇത് ചെയ്തത്. ആരാണ്? മാർക്കോണി. നിങ്ങൾ കേട്ട് കാണും, മാർക്കോണി ഇതേ എക്സ്പെരിമെന്റ് ചെയ്തു. രണ്ടുപേരും ആൾമോസ്റ്റ് സെയിം ടൈമിലാണ്. അത് കഴിഞ്ഞിട്ട് അക്സെപ്റ്റൻസ് കിട്ടിയത് ആർക്കാണ്? മാർക്കോണിക്കാണ്. അതുകൊണ്ടാണ് റേഡിയോ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർക്കോണിയാണ്. ആക്ച്വലി ആരുടെ പേരായിരുന്നു വരേണ്ടിയിരുന്നത്? ജെ.സി. ബോസിന് ചിലപ്പോൾ അക്സെപ്റ്റൻസ് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ മാർക്കോണിക്ക് ക്രെഡിറ്റ് കിട്ടി. ഓക്കെ. അടുത്ത് നിങ്ങൾക്ക് അറിയാം, റോൺജൻ അറിഞ്ഞൂടെ? റോൺജനെ കേട്ടിട്ടുണ്ടോ? വില്യം കോൺറാഡ് റോൺജൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര്. റോൺജൻ കണ്ടുപിടിച്ച റേസിന്റെ പേരെന്താണ്? എക്സ്റേ. കേട്ടിട്ടുണ്ടോ? അപ്പോൾ എക്സ്റേയുടെ ഇൻവെന്റർ ആരാണ്? റോൺജൻ. അപ്പോൾ റോൺജൻ ഒരു റേ കണ്ടുപിടിച്ചു. ഏതോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത റേ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ ഡാർക്ക് റൂമിനകത്ത് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചിന്ത, ഈ റേക്ക് എന്ത് പേരിടും? അപ്പം നമ്മൾ പണ്ട് പ്രോബ്ലം ചെയ്ത് ടീച്ചേഴ്സ് ഭ്രാന്തടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, രാമൂസ് ഏജ് ഈസ് എന്താണ് 2 times ഏജ് ഓഫ് ശില്പാസ് ഏജ് ഈസ് 5 times ഏജ് ഓഫ് വേറെ ആരെ. എന്നാൽ വാട്ട് ഈസ് ഏജ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു പ്രോബ്ലത്തിൽ യാതൊരു ബന്ധമില്ലാത്ത അപ്പുറത്തെ പേരെടുത്ത് താമസിക്കുന്ന ആളിന്റെ ഏജ് ആണ് പ്രോബ്ലത്തിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്തായിരുന്നു, ലെറ്റ് ദ ഏജ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ബി എക്സ് എന്നല്ലേ നമ്മൾ എടുത്തേ. അതുപോലെ നമ്മുടെ റോൺജനും എടുത്തു. എന്താണ്, റേക്ക് പേരിടാനില്ല. അപ്പോൾ ഹി തോട്ട് ഓഫ് ഹിസ് വൈഫ് ഷീജ. അപ്പോൾ ഷീജയെ പറ്റി ചിന്തിച്ചു, ആരെങ്കിലും ഭാര്യയുടെ പേര് റേക്ക് ഇടുവോ നോക്കുക? അപ്പോൾ ഇടൂല. മക്കളെ പേര് ചിന്തിച്ചു, പ്രണവ് ഇടുവോ? ഇല്ല. അപ്പോൾ അവസാനം അത് എന്ത് പേരിട്ടു? എക്സ് എന്ന് പേരിട്ടു. അങ്ങനെയാണ് റേയുടെ പേര് എക്സ്റേ എന്നായത്. അപ്പോൾ റോൺജൻ, എക്സ്റേസ് വെയർ ഇൻവെന്റഡ് ബൈ റോൺജന്റെ ഫുൾ പേര് വില്യം കോൺറാഡ് റോൺജൻ. എക്സ്റേക്ക് വേറൊരു പേരുണ്ട്, റോൺജൻ റേസ് എന്നും പേരുണ്ട്. ഇനി അടുത്തത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചേ ഈ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും എൻട്രൻസിനുണ്ടായിരുന്ന ക്വസ്റ്റൻ അല്ലേ ഇത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാ? ജെ.ജെ. തോംസൺ. ആരാണ്? ജെ.ജെ. തോംസൺ. അടുത്താരാ? പ്രോട്ടോൺ കണ്ടുപിടിച്ചതാരാ? പ്രോട്ടോൺ, റുദർഫോർഡ്. അതും നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? 1ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ നീ? ഇല്ലേ? 2ാം ക്ലാസ്സിലോ? ഓക്കെ. അടുത്ത ന്യൂട്രോൺ കണ്ടുപിടിച്ചതാരാ? ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. ആരാ കണ്ടുപിടിച്ചത്? ചാഡ്വിക്.
അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളൊന്ന് പറഞ്ഞിട്ട് അടുത്ത വീണ്ടും ബാക്കിയിലേക്ക് പോവാം. ചോദിക്കുന്നതിന് ആൻസർ പറയുക. സോ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സജസ്റ്റഡ് ബൈ given by Faraday. Then electromagnetic theory was suggested by Maxwell. Then what is the contribution of J.C. Bose? He developed, he generated ultra short radio waves. Then almost at the same time Marconi also could succeed in the same field, and Marconi is the inventor of radio. Then X-rays were invented by Röntgen. Then give another name for X-ray, Röntgen ray. Then electron discovered by J.J. Thomson. Proton, Rutherford. Then neutron, Chadwick. Okay, അടുത്തതിലേക്ക് പോവാം. അടുത്തത് മേരി എസ് ക്യൂറി. കേട്ടിട്ടുണ്ടോ? മേരി ക്യൂറി എന്ന് കേട്ടിട്ടില്ലേ? മേരി എസ് ക്യൂറി. മേരി ക്യൂറിയുടെ ഇൻവെൻഷൻസ് ഏതൊക്കെയാണ്? റേഡിയം, പൊളോണിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റേഡിയം, പൊളോണിയം, പിന്നെ റേഡിയോ ആക്റ്റീവ് സ്റ്റഡീസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സയൻറ്റിസ്റ്റാണ്. അറിയാമല്ലോ മേരി ക്യൂറി, മറന്നു പോരുത്. ഇനി ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ എന്തൊക്കെയാണ്? ഐൻസ്റ്റീനെ നമുക്കറിയാം. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പ്ലനേഷൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് എങ്ങനെ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ആര്? ഐൻസ്റ്റീൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ച വേറെ ആളാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എങ്ങനെ നടക്കുന്നു, ഇപ്പോൾ നമ്മൾ എന്താണ് ചില മെറ്റൽസിൻ്റെ പുറത്ത്, നമ്മൾ നെക്സ്റ്റ് ഇയർ പഠിക്കാനുള്ളതാണ്, നമുക്ക് ഇവിടെ കിടന്ന് ഉരുളണ്ട, അടുത്ത വർഷം പഠിക്കാം. ചില മെറ്റൽസിൻ്റെ പുറത്ത് ലൈറ്റ് പോലുള്ള ഏതെങ്കിലും റേഡിയേഷൻ വന്ന് വീണാൽ ആ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ ചാടിപ്പോവും. ഇതിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ്? വെൻ റേഡിയേഷൻസ് ലൈക്ക് ലൈറ്റ് ഫോൾ ഓൺ സർട്ടൻ മെറ്റൽസ്, ഇലക്ട്രോൺസ് ആർ ejected ഫ്രം മെറ്റൽ. ദിസ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇറ്റ്സ് എക്സ്പ്ലനേഷൻ വാസ് ഗിവൺ ബൈ ആര്? ഐൻസ്റ്റീൻ. പിന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾ കേട്ടിട്ടുള്ളല്ലേ? അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻസ്? ഐൻസ്റ്റീൻ്റെ. അടുത്തത് സി വി രാമൻ. സി വി രാമൻ. സി വി രാമനെ കേട്ടിട്ടില്ലേ? അപ്പോൾ സി വി രാമൻ എവിടെ ഉള്ള ആളാണ്? അമേരിക്കയിലുള്ള ആളാണോ? അല്ല, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ സി വി രാമൻ. അപ്പോൾ സി വി രാമൻ എന്താണ്? ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ പറ്റി പഠിച്ചു. എന്താണ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്? അപ്പോൾ സ്കാറ്ററിങ് നിങ്ങൾ പഠിച്ചതല്ലേ? സ്കാറ്ററിങ് 10th നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ സ്കാറ്ററിങ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത ആളാണ് സി വി രാമൻ. അടുത്ത ഡിബ്രോയ്. ഡിബ്രോഗ്ലി എന്നൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. എന്താണ് ഇതാണ് സ്പെല്ലിംഗ്. ഡിബ്രോഗ്ലി, ഡിബ്രോയ് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഡിബ്രോയ്. അപ്പോൾ ഡിബ്രോയുടെ കണ്ടുപിടുത്തം എന്താണ്? വേവ് നേച്ചർ ഓഫ് മാറ്റർ. മാറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എവറിത്തിങ്. ആം ഐ റൈറ്റ്? അപ്പം മാറ്റർ പാർട്ടിക്കിൾ അല്ലേ? മാറ്റർ ഇപ്പോൾ ഈ പേനയെ ചൊറിഞ്ഞാൽ എന്ത് ചെയ്യും? പറ. പേനയെ ചൊറിഞ്ഞാൽ കുറേ പൊടി വീഴും, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് മാറ്റർ. ആം ഐ റൈറ്റ്? സോ മാറ്റർ പാർട്ടിക്കിളാണ്. അപ്പോൾ അതിന് വേവിൻ്റെ കൂടെ നേച്ചർ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആളാണ് ഡിബ്രോയ്. ഇതൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് നെക്സ്റ്റ് ഇയർ വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. ഓക്കെ. സോ വേവ് നേച്ചർ ഓഫ് മാറ്റർ സ്റ്റഡീഡ് ബൈ ആരാ? ഡിബ്രോയ്. അടുത്തത് ഫെർമി. എന്താണ് ഫെർമി? എൻറിക്കോ ഫെർമി. കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇയർ പഠിക്കേണ്ടതാണ്. ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടിയുടെ പേര് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടിയുടെ പേര് ന്യൂക്ലിയർ ഫിഷൻ. ഇത് വെച്ചിട്ടാണ് ആറ്റം ബോംബൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ പ്രോസസ് കൺട്രോൾഡ് വേയിൽ നമുക്ക് നടത്താം എന്ന് കണ്ടുപിടിച്ചതാണ് എൻറിക്കോ ഫെർമി. അപ്പോൾ എന്താണ്? കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ വാസ് എന്താണ് ഡിസ്കവേർഡ് ബൈ ആര്? എൻറിക്കോ ഫെർമി. അടുത്തത് കാവൻഡിഷ്. എന്താണ് കാവൻഡിഷ്? കേട്ടിട്ടുണ്ടോ? കാവൻഡിഷ് എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ.
ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നിങ്ങൾ കേട്ട് കാണാം, 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ആ വാല്യൂ കണ്ടുപിടിച്ച ആളാണ് ആര്? കാവൻഡിഷ്. അപ്പോൾ എന്താണ് ഗ്രാവിറ്റേഷണൽ, ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാസ് എന്താണ് എക്സ്പെരിമെന്റലി ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാസ് ഡിറ്റർമിൻഡ് ബൈ ആര്? കാവൻഡിഷ്. മറന്നു പോരുത്. അടുത്തത് നമുക്ക് ഇത് പറഞ്ഞിട്ട് പോവാം ഒന്നും കൂടെ. മേരിയസ് ക്യൂറിയുടെ കോൺട്രിബ്യൂഷൻസ് പറയൂ. റേഡിയം, പൊളോണിയം, റേഡിയോ ആക്റ്റീവ് സ്റ്റഡീസ്. Then Einstein, he explained the photoelectric effect. Then he is the inventor of theory of relativity. അടുത്ത C.V. Raman, he studied about inelastic scattering of light by molecules. Then de Broglie, he studied about the wave nature of matter. Matter exhibits wave nature. This idea was given by de Broglie. Then Enrico Fermi, so he performed nuclear fission in a controlled way. Then Cavendish, he determined the gravitational constant. Okay, the value of gravitational constant was determined by Cavendish. Okay, അടുത്തത് ടൗൺസ് കേട്ടിട്ടുണ്ടോ? ടൗൺസ് എന്ന്, ടൗൺസിന്റെ കണ്ടുപിടുത്തങ്ങളാണല്ലോ ലേസർ, മെയ്സർ, ഇതൊക്കെ ഓർത്ത് വയ്ക്കണം. ലേസർ, മെയ്സർ കേട്ട്. ലേസർ നമുക്കറിയാം, മെയ്സർ നമുക്ക് ചിലപ്പോൾ അറിയില്ല. ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേസറിന്റെ ഫുൾ പേരെന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ stimulated emission of radiation. ഇതാണ് ലേസറിന്റെ ഫുൾ പേര്. LASER, ലേസർ. അപ്പം മറക്കരുത്. What is the full form of laser? Light amplification. ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, നമ്മൾ പതുക്കെ പറയുന്നു. എന്താണ് പതുക്കെ പറയുന്നത്? പ്ലേ, ആംപ്ലിഫൈഡ് സൗണ്ട് ആയി, ശരിയല്ലേ? അപ്പൊ അതുപോലെ ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യാം. ലൈറ്റിനെ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി വഴി എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഇപ്പൊ ഓർത്ത് വയ്ക്കുക, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ ലേസറിനെ കണ്ടുപിടിച്ചത് ആരാണ്? ടൗൺസ് ആണ്. ഇനി അടുത്തത് മെയ്സർ. മെയ്സർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എം മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലിന് പകരം എം ആണെന്നേ ഉള്ളൂ. എം എന്ന് പറയുന്നത് മൈക്രോവേവ് ആണ്. അപ്പൊ മെയ്സറിന്റെ ഫുൾ ഫോം പറയട്ടെ? മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മെയ്സറിന്റെ ഫുൾ പേര് പറയൂ. മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ ഇതിനകത്ത് മൈക്രോവേവ് എന്ന് കേട്ടിട്ടുണ്ടോ? മൈക്രോവേവ് ഓവൻ എന്ന് കേട്ടിട്ടില്ലേ? അതിനകത്ത് യൂസ് ചെയ്യുന്ന സാധനമാണ് മൈക്രോവേവ്. ഒരു ടൈപ്പ് റേഡിയോ വേവ് തന്നെയാണ്. അപ്പോൾ മൈക്രോവേവിനെ ആംപ്ലിഫൈ ചെയ്ത് വർക്ക് ചെയ്യുന്ന സാധനമാണ് മെയ്സർ. അപ്പോൾ ഇത് രണ്ടിനെയും കണ്ടുപിടിച്ചതാരാണ്? ടൗൺസ് ആണ്. ഇനി അടുത്തത് ഹബിൾ കേട്ടിട്ടുണ്ടോ? ഹബിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തിയറി കൊണ്ടുവന്ന ആളാണ് ഹബിൾ. ഓർത്ത് വെച്ചോണം. അടുത്തത് എസ് ചന്ദ്രശേഖർ. എസ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്റ്റാർസ്. കണ്ടോ? സ്റ്റാറിന്റെ ഫുൾ ഡീറ്റെയിൽ, സ്റ്റാർ ജനിക്കുന്നതിനെയും സ്റ്റാർ മരിക്കുന്നതും എല്ലാ ഡീറ്റെയിൽസും സ്റ്റഡി ചെയ്തു സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻ എന്താണ്? ഹി സ്റ്റഡീഡ് അബൌട്ട് ദ എന്താണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ബർത്ത്, ഇവല്യൂഷൻ എക്സെട്ര ഓഫ് സ്റ്റാർസ്. ഓർത്ത് വെച്ചാണ്. അടുത്തത് ജെ ബാർഡീൻ കേട്ടിട്ടുണ്ടോ? ജെ ബാർഡീൻ. ട്രാൻസിസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രാൻസിസ്റ്റർ ഓർത്ത് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള ഡിവൈസ് ആണ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ഇൻവെന്റർ ആരെന്ന് ചോദിച്ചാൽ ജെ ബാർഡീൻ. അപ്പോൾ ഇത്രയൊക്കെ മതി നമുക്ക് അത്യാവശ്യം. അപ്പോൾ ഇത്രയും സയന്റിസ്റ്റുകളുടെ പേരായി. ഇപ്പോൾ ഓർത്ത് വയ്ക്കൂ. ടൗൺസ് ഇൻവെൻഷൻ ഏതിൻ്റെയൊക്കെയാണ്? ലേസർ, മെയ്സർ. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ
സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. മെയ്സറിന്റെ ഫുൾ ഫോം എന്താണ്? മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അടുത്ത് ഹബിൾ എന്താണ്? എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തിയറി വാസ് സജസ്റ്റഡ് ബൈ ഹബിൾ. അടുത്തത് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ, ഹി സ്റ്റഡീഡ് അബൌട്ട് ദ ബർത്ത് എവല്യൂഷൻ എക്സെട്ര ഓഫ് സ്റ്റാർസ്. അടുത്തത് ജെ ബാർഡീൻ, ഹി ഈസ് എ ഇൻവെന്റർ ഓഫ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പഠിച്ചു. ഇനി ബാക്കി ഇതിൻ്റെ അടുത്ത സെക്ഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കുക. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറേ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. മാത്സ് പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മാത്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പഠിക്കണം. ബയോളജി മാത്സ് ഇല്ലാതെ പഠിക്കുന്നവർക്കും ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാം. കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട മാത്സൊക്കെ ഞാൻ തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇത് എല്ലാ ഫിസിക്സ് സാറന്മാരും ചെയ്തു തരും. അപ്പോൾ ചെയ്താലേ നമുക്കിത് പഠിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പറയണം. അപ്പോൾ ഫാസ്റ്റായിട്ട് ഞാനൊന്ന് ചോദിക്കാം, നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, the word science is derived from which word? Scientia. What are the steps of scientific method? Systematic observation, പറയൂ. Controlled experiment, പറയണം. Qualitative and quantitative reasoning, mathematical modeling, prediction, verification and falsification of theories. അടുത്ത് ആൽഫ പാർട്ടിക്കിൾ ചാർജ് എന്താണ്? പോസിറ്റീവ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വാസ് കണ്ടക്ടഡ് ബൈ ഡാഷ്, ആരാ? റുദർഫോർഡ്. ദെൻ ന്യൂക്ലിയർ മോഡൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ്, ആരാ? റുദർഫോർഡ്. അടുത്ത് പോസിട്രോൺ കണ്ടുപിടിച്ച ആരാണ്? കോൾ ആൻഡേഴ്സൺ. പോസിറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഡാഷ്, പോസിട്രോൺ. അടുത്ത് മീനിങ് ഓഫ് ഫിസിക്സ്, നേച്ചർ. അടുത്ത് സ്റ്റഡി ഓഫ് സൗണ്ട്, അക്കോസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് ലൈറ്റ് എന്താ? ഒപ്റ്റിക്സ്. അടുത്ത് സ്റ്റഡി ഓഫ് ഷോക്ക് വേവ്സ് ഏതാ? സീസ്മോളജി. അടുത്ത് സ്റ്റഡി ഓഫ് ഹീറ്റ് വർക്ക് ഇന്റേണൽ എനർജി, തെർമോഡൈനാമിക്സ്. അടുത്ത് സ്റ്റഡി ഓഫ് മോഷൻ ഇൻ മാക്രോസ്കോപ്പിക് വേൾഡ്, മെക്കാനിക്സ്. സ്റ്റഡി ഓഫ് മോഷൻ ഇൻ മൈക്രോസ്കോപ്പിക് വേൾഡ്, ക്വാണ്ടം മെക്കാനിക്സ്. ദെൻ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി, ആരാ? ആർക്കിമിഡീസ്. അടുത്തത് ലോ ഓഫ് ഇനർഷ്യ, ഗലീലി. അടുത്തത് വേവ് തിയറി ഓഫ് ലൈറ്റ്, ആരാ? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. അടുത്തത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആരാ? ന്യൂട്ടൺ. അടുത്തത് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേ. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, മാക്സ്വെൽ. അടുത്തത് who generated electromagnetic waves for the first time? J.C. Bose. Who is the inventor of radio? Marconi. അടുത്തത് എക്സ്റേ ഇൻവെന്റർ, ആരാ? റോൺജൻ. ഇലക്ട്രോൺ, J.J. തോംസൺ. പ്രോട്ടോൺ, റുദർഫോർഡ്. ന്യൂട്രോൺ, ചാഡ്വിക്. അടുത്ത് പൊളോണിയം റേഡിയം, മേരി ക്യൂറി. അടുത്ത് who explained the photoelectric effect? Einstein. Then inelastic scattering of light by molecules, ആരാ? C.V. Raman. Then wave nature of matter, de Broglie. അടുത്ത് controlled nuclear fission, ആരാ? Enrico Fermi. Then what is the working principle of atom bomb? Nuclear fission. Controlled nuclear fission. ഓർത്ത് വെച്ചോണം, controlled nuclear fission ആണോ? അല്ല. അങ്ങനെ ആറ്റം ബോംബ് പൊട്ടോ? കൺട്രോൾഡ് വേയിലാണ് ആറ്റം ബോംബിനിട്ട് പൊട്ടിക്കുന്നത്, എടുത്ത് മണ്ടക്കിട്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൺട്രോൾഡ് ആണോ? അല്ല, അൺകൺട്രോൾഡ് ആണ്. അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. അപ്പോൾ അതിന് കറക്റ്റ് നമ്മൾ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഇയർ വി വിൽ സ്റ്റഡി വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ്. അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഇനി കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, അറിയോ? അതാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പം ന്യൂക്ലിയർ റിയാക്ടർ എന്താണ്? കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ഈസ് പെർഫോംഡ് അറ്റ് എ കൺട്രോൾഡ് വേ ഇൻ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടർ, ബട്ട് ഇൻ അൺകൺട്രോൾഡ് വേ ഇൻ ആറ്റം ബോംബ്. ഇനി അടുത്തത് ഹൂ ഡിറ്റർമിൻഡ് ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? കാവൻഡിഷ്. ലേസർ മെയ്സർ, ടൗൺസ്. അടുത്തത് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് തിയറി, ഹബിൾ. അടുത്തത് സ്ട്രക്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് സ്റ്റാർസ്, സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ട്രാൻസിസ്റ്റർ ഇൻവെന്റർ, ആരാ? ജെ ബാർഡീൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള മാത്സ് പഠിക്കാം.